സ്പേസ് ചാനലിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ചലോ ബത്ലഹേം. ചലോ ബത്ലഹേമിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രോട്ടോകോൾ ഇല്ലാത്ത ഒരു രാജ പിറവിയെക്കുറിച്ചാണ്. പ്രോട്ടോകോളൊന്നും അവകാശപ്പെടാനില്ലാത്ത, സാമ്രാജ്യങ്ങളെ വിറകൊള്ളിച്ച ഒരു രാജാവിനെ കുറിച്ചാണ്. റോമിന്റെ ആധിപത്യത്തില് പാലസ്തീൻ, ബത്ലഹേം, യഹൂദയ പ്രദേശങ്ങള് വിറകൊണ്ട ഒരു കാലഘട്ടമുണ്ടായി. അത് ഉണ്ണീശോ ജനിച്ച കാലഘട്ടം തന്നെയാണ്. അടിമത്തവും വഞ്ചനയും മതസ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ മനുഷ്യരെ ചവിട്ടിമെതിച്ച ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ സാമ്രാജ്യത്വ വിരുദ്ധത നമുക്ക് യേശുവിൻ്റെ ജനനത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കൊരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് സുവിശേഷത്തിൽ പ്രഖ്യാപിക്കപ്പെടും. ഈ രാജ്യത്വം എവിടെയാണ്, എന്താണ് എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ആളുകൾ അവരുടെ അറിവുകേടുകൾ ഉണ്ണീശോയുടെ ജനനത്വമായിട്ട് പ്രതികരിക്കുകയാണ്. ഉണ്ണീശോ ജനിച്ചത് ആദ്യം അറിയുന്നത് ഹെറോദോസ് ഒന്നുമായിരുന്നില്ല. അവിടുത്തെ രാജകീയ സിംഹാസനങ്ങളായിരുന്നില്ല. അതിൻ്റെ അറിവ് ലഭിച്ചത് കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരും ആ ബത്ലഹേമിലെ പ്രദേശത്തുള്ള ആട്ടിടയന്മാരുമായിരുന്നു. ഇത് രാജസന്നിധിയില് ഇസ്രായേലിനൊരു രാജാവ് ജനിച്ചു എന്ന വാർത്ത എത്തിക്കുന്നത് ഈ കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരാണ്. അത് ഹെറോദോസിനെ വളരെയധികം അസ്വസ്ഥനാക്കി. എനിക്കെതിരെ എനിക്കൊരപരൻ ഇവിടെ ആര് എന്ന ചോദ്യമായി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുശാഗ്രബുദ്ധിയായിരുന്നു. കിഴക്ക് നിന്ന് രാജാക്കന്മാരുടെ സമയവും ഒക്കെ അന്വേഷിച്ച് യേശുവിൻ്റെ ജനനം മതപണ്ഡിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി നിശ്ചയിച്ചു. അതിനുശേഷം 2 വയസ്സും അതിന് താഴെയുള്ളവരെയും കൊല്ലാൻ പ്രഖ്യാപിക്കുക. ഇത് ഒരുപക്ഷെ ഒരു രാജനീതിയായിരിക്കും. തൻ്റെ അപരനെ കൊല്ലാനുള്ള, തനിക്കെതിരായിട്ട് വന്ന രാജാവിനെ കൊല്ലാനുള്ള ഒരു പ്രത്യേക നിയോഗം. പക്ഷേ ഈ ഹെറോദേസിന്റെ പട്ടാളക്കാരെ കണ്ണുവെട്ടിച്ച് ദൈവം തമ്പുരാൻ ഈ ഉണ്ണിമിശിഹായെ അവിടുന്ന് നാട് കടത്തുകയാണ്. ഈജിപ്തിലേക്ക് നാട് കടത്തപ്പെടുന്ന തിരുക്കുടുംബത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് സാമ്രാജ്യത്വങ്ങള് തകർന്നു വീഴുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജിബ്രാൻ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ ഏറ്റവും വലിയ പ്രോട്ടോകോൾ ലംഘനമായിട്ടാണ് ജിബ്രാൻ എഴുതിയിരിക്കുന്നത്. ഒരു പ്രോട്ടോകോളുമില്ല, ഒരു ഉറപ്പുമില്ല, ഒരു പ്രഖ്യാപനവുമില്ല. രാജസിംഹാസനങ്ങളിലെ എത്താത്ത വാർത്ത. തീർച്ചയായിട്ടും ഈ വാർത്തയും ഈ ഉണ്ണിമിശിഹായുടെ ജനനവും ഇതിൻ്റെ പ്രോട്ടോകോൾ ഇല്ലായ്മയും
രാജകിരീടങ്ങളെ, രാജാക്കന്മാരെ ഈ ഇസ്രായേലിൻ്റെ രാജാവ് തോൽപ്പിച്ചു എന്നുള്ളത്.